ജി മോഹൻദാസ് എന്നത് കേവലം ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ മാത്രം അദ്ദേഹത്തെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. പല സത്യങ്ങളും വളരെ ധൈര്യത്തോടു കൂടി തുറന്നടിക്കുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ്, ഒരു പൊതുപ്രവർത്തകനാണ് ടി ജി മോഹൻദാസ് എന്ന വസ്തുത നമുക്ക് അറിയാവുന്നതാണ്. കാരണം പല ചാനൽ ചർച്ചകളിലൊക്കെ അദ്ദേഹം മറ്റു പലരും പറയാൻ മടിക്കുന്നതായ കാര്യങ്ങൾ തുറന്നു പറയും. അതിനാൽ തന്നെ കേരളത്തിലെ ഈ ഇടത് വലത് എക്കോസിസ്റ്റത്തിന്, പ്രത്യേകിച്ച് ജിഹാദി ഗ്രൂപ്പുകൾക്കൊക്കെ വലിയ അതൃപ്തിയുള്ളയാളാണ് ടി ജി മോഹൻദാസ് എന്ന വസ്തുത കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കണം. അപ്പോൾ നിലവിൽ ടി ജിയെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കുന്നതിലൂടെ ഇത്തരം ഗ്രൂപ്പുകളെ തൃപ്തിപ്പെടുത്താനാണ് ഈ മുഖ്യമന്ത്രി വി ഡി സതീശനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പാണെങ്കിലും ശ്രമിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത് മറ്റൊരു രീതിയിൽ നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ പാറ്റാ സമരത്തിൻ്റെ പേരിൽ ടി ജി മോഹൻദാസ് നടത്തിയ ചില നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് അടുത്ത കാലത്ത് എത്രയോ അതിഭീകരമായ വിദ്വേഷം പരത്തുന്ന എത്രയോ പ്രസ്താവനകൾ വിവിധ സംഘടനകൾ ടീച്ചർ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ രാഷ്ട്രീയ ഇടപെടലാണ്, രാഷ്ട്രീയ നിറം നോക്കിയാണ് ഈ ഒരു വേട്ടയാടൽ. ആ രീതിയിൽ വേണം നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനല്ലേ? കെ പി, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇവിടെ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ, അത് മുസ്ലിം ലീഗിൻ്റെ ആണെങ്കിലും കോൺഗ്രസിൻ്റെ ആണെങ്കിലും CPM-ൻ്റെ ആണെങ്കിലും എല്ലാം തന്നെ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ അവർക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. കാരണം അർജുൻ ആയങ്കിയെ പിടികൂടിയ ഒരു ജാള്യത അങ്ങനെ നിൽക്കുന്നു. ആ ജാള്യതയ്ക്കൊടുവിൽ വലിയ സാഹസികമായി എന്നെല്ലാം പോലീസ് അവകാശപ്പെടുമ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ വിവരം കൈമാറിയത് കൊണ്ട് മാത്രം അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ആ ഓട്ടോറിക്ഷക്കാരൻ അവകാശപ്പെട്ടതാണ്. അങ്ങനെ നാണം കെട്ട് നിൽക്കുന്ന ഒരു അർജുൻ നായകി കേസിൽ നാണം കെട്ട് നിൽക്കുന്നു. അതേ സമയത്ത് ചില സൈബർ ഇടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് ഗ്രൂപ്പുകളിൽ നിന്ന് ചില ചോദ്യങ്ങൾ മനഃപൂർവ്വമായി അല്ലെങ്കിൽ വിവാദങ്ങൾക്ക് വേണ്ടി ഉയർത്തിവിടുകയായിരുന്നു. ടി ജി മോഹൻദാസിനെതിരെ എന്തുകൊണ്ട് നടപടിയില്ല? അവിടെ ചില കൺകെട്ട് വിദ്യകൾ കാണിക്കണം. ടി ജി മോഹൻദാസിനെ പോലെ പ്രഗത്ഭനായ ഒരു വ്യക്തിയെ നാടകീയമായി കസ്റ്റഡിയിലെടുക്കുകയും എല്ലാം തന്നെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കും. അദ്ദേഹം ഒരു പൊതുരംഗത്ത് സജീവമായ വ്യക്തിയാണ്. എല്ലായ്പ്പോഴും രാഷ്ട്രീയ വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ചങ്കൂറ്റത്തോടെ തുറന്നു പറയുന്ന വ്യക്തിയാണ്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കസ്റ്റഡി ആണെങ്കിലും അറസ്റ്റ് ആണെങ്കിലും വലിയ തോതിൽ ചർച്ചയാകും. അങ്ങനെ ഒരു വഴിതിരിച്ച് വിടുക അല്ലെങ്കിൽ ശ്രദ്ധ മാറ്റുക, ഒപ്പം തന്നെ തങ്ങളുടെ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, തങ്ങൾക്കെതിരായ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയുന്ന ആളുകളെ അവരുടെ വായടപ്പിക്കുക എന്ന ഒരു കൃത്യമായ നിലപാടിൻ്റെ നടപടിയുടെ ഭാഗം തന്നെയാണ് ഇപ്പോൾ ഈ പോലീസ്, രമേശ് ചെന്നിത്തലയുടെ പോലീസ് നടത്തിയിരിക്കുന്ന ഈ നീക്കം എന്ന് പറയുന്നത്. 4 മണി മുതൽ ഏതാണ്ട് 3-4 മണിക്കൂറോളം അദ്ദേഹത്തെ ഒരു വീട്ടുതടങ്കൽ എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ നിരന്തരമായി അവിടെ കസ്റ്റഡിയിൽ വെക്കുന്നു, അവിടെ ചോദ്യം ചെയ്യുന്നു. കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായ ചോദ്യം ചെയ്യൽ നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലായി ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാനുള്ള അവസരം. ശ്രീ ആർ വി ബാബു, ഹിന്ദുഐക്യ വേദി സംസ്ഥാന അധ്യക്ഷൻ നമ്മോടൊപ്പം ശരിയാണ്. ശ്രീ ആർ വി ബാബു, തീർത്തും നാടകീയമായ രംഗങ്ങൾ ബോധപൂർവം സൃഷ്ടിച്ചുകൊണ്ടാണ് ടി ജി മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയാണ്. എങ്ങനെ കാണുന്നു ഈ ഒരു സാഹചര്യത്തെ താങ്കൾ? അങ്ങേയറ്റം നിന്ദാർഹമായ അതിനീചമായ പോലീസിന്റെ നടപടിയാണ്. പോലീസ് ഇത് സമ്മർദ്ദം കൊണ്ട്, രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ട് ചെയ്തതാണെന്നാണ് മനസ്സിലാക്കുന്നത്. ബാഹ്യ സമ്മർദ്ദത്തിൽ പ്രേരണയായിട്ടാണ് പോലീസ് ഈ നടപടിയിലേക്ക് തിരിഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ടി ജി മോഹൻദാസ് പറഞ്ഞ കാര്യങ്ങൾ ഒരു തരത്തിലും ഒരു ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ നിയമവ്യവസ്ഥയിൽ കുറ്റകരമായിട്ടുള്ള യാതൊന്നും അദ്ദേഹത്തിന്റെ വാക്കുകളിലില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് യോജിക്കാം, വിയോജിക്കാം. യോജിക്കുന്നവർക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളോട് യോജിക്കാം, അദ്ദേഹത്തിന്റെ വാക്കുകളെ വിയോജിക്കുകയും വിമർശിക്കുകയും ചെയ്യാം. അതൊന്നും തെറ്റില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് കേസെടുക്കാനുള്ള ഒരു വകുപ്പില്ലെന്ന്. ഇത് ഈ ഒരു കേസെടുത്ത് ടി ജി മോഹൻദാസിനെ നിശബ്ദനാക്കുക. ടി ജി മോഹൻദാസ് പലർക്കും ഒരു മണ്ടയിലെ മുള്ളാണ്. ടി ജി മോഹൻദാസിനെ ഏത് വിധേനയും നിശബ്ദനാക്കുക, ജയിലിലാക്കുക എന്ന ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ചില സംഘടിത മത തീവ്രവാദ വർഗീയ ശക്തികൾ അവർ കാലങ്ങളായിട്ട് ടി ജി മോഹൻദാസിനെ നിശബ്ദനാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇതൊരു അവസരമാക്കിക്കൊണ്ട് ഇല്ലാത്ത തരത്തിലുള്ള ഒരു കുറ്റം ആരോപിച്ച് അതിന്റെ പേരിൽ ടി ജി മോഹൻദാസിനെ ജയിലിലടക്കാനുള്ള പരിശ്രമമാണ് ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് ഈ തരം ആളുകളുടെ കോടാലിക്കൈകളായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരണം. ഇതൊരു പൗരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. ഒരു പൗരന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യമാണ്.
കലാപാഹ്വാനം നടത്തി എന്നുള്ളതൊക്കെ തെറ്റായ പ്രചരണമാണ്. ഒരു കലാപാഹ്വാനവും ടി.ജി. മോഹൻദാസ് നടത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൂടെ. അതെ. അപ്പം തെറ്റായ നരേറ്റീവ് ഉണ്ടാക്കി ടി.ജി. മോഹൻദാസിനെ ജയിലിലടയ്ക്കാനുള്ള ഈ നീക്കം ഇവിടെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഒരുമിച്ച് നിന്ന് എതിർക്കേണ്ടതാണ് എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. യെസ്, വളരെയധികം നന്ദി ശ്രീ ആർ വി ബാബു, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. ഗൗരവത്തിലേക്ക് ഗൗതം ഇവിടെ പറഞ്ഞു നിർത്തിയത് പോലെ തന്നെ ഇതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്, ഇതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്. ബോധപൂർവം ഒരു വലിയ നാടകീയ രംഗങ്ങൾ സൃഷ്ടിക്കുക, അങ്ങനെ മാധ്യമങ്ങളുടെ അറ്റൻഷൻ നേടിയെടുക്കുക, അതുവഴി ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അവർ ഏത് രീതിയിലാണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ തൃപ്തിപ്പെടുത്താൻ നോക്കുക, അങ്ങനെ അധികാരത്തിൽ പിടിച്ചു തൂങ്ങി നിൽക്കുക. ഇങ്ങനെയുള്ള രാഷ്ട്രീയ മാനങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്തേണ്ടതുണ്ടല്ലേ? KP, അടുത്ത കാലത്ത് കേരളത്തിൽ തന്നെ എത്രയോ വിദ്വേഷം വരുത്തുന്ന രീതിയിലുള്ള പ്രചരണം നടത്തിയ എത്രയോ ആളുകളുടെ പട്ടിക നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കും. അവർക്കെതിരെ ഒന്നും ഒരു തരത്തിലുമുള്ള നടപടി കേരള പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, സർക്കാരിൻ്റെ വലിയ പിന്തുണ ഇത്തരക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഓരോന്നായി പരിശോധിച്ച് കഴിഞ്ഞാൽ KM ഷാജി നടത്തിയിട്ടുള്ള പ്രതികരണം, മതമാണ് പ്രശ്നം എന്ന് പറയുന്നത് തീർത്തും വർഗീയ പരാമർശമാണ്. ആളുകൾക്കിടയിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ മതമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് KM ഷാജിയെ പോലെ ഒരു മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാവ് പറയുന്ന ഘട്ടത്തിൽ അതിനെതിരെ ഒരു നടപടിയും കേരളത്തിൽ പോലീസ് സംവിധാനത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് സർക്കാർ സംവിധാനത്തിൻ്റെയോ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. നമുക്കറിയാം, സജി ചെറിയാൻ മുൻ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഭാരതത്തിൻ്റെ ഭരണഘടനയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശം നടത്തിയത്. അന്ന് കോടതി തന്നെ എന്തുകൊണ്ടാണ് ഈ മന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന പരാമർശം നീതിപീഠത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ട് പോലും സജി ചെറിയാൻ്റെ നടപടിയെടുക്കാനെന്ന് കേരളത്തിലെ പോലീസ് സംവിധാനം തയ്യാറായിരുന്നില്ല. ഒപ്പം ഈ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് 1-2 തവണ സ്ത്രീകൾക്കെതിരെ വളരെ മോശം പരാമർശം നടത്തുന്ന സംഘടനകളും അതിൻ്റെ നേതാക്കളും ഇവിടെയുണ്ട്. ഇപ്പോൾ സമസ്ത എന്ന് പറയുന്ന സംഘടനയെ നോക്കൂ. ആ സംഘടനയുടെ നേതൃത്വത്തിലിരിക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ മുഴുവൻ നാക്ക് തുറന്നു കഴിഞ്ഞാൽ സ്ത്രീവിരുദ്ധ പരാമർശം മാത്രമാണ് നടക്കുന്നത്. ഒരു വേദിയിലേക്ക്